സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഞങ്ങൾ മനസ്സിലാക്കുന്നത് കൂടെ കളിക്കുന്നവരോടല്ല, അത് വെറും തോന്നല. പഴയ കണ്ണു വെച്ച് എന്നെ കാണരുത്. ബിഗ് ബോസ് വീടിനോടും ടോട്ടലി ഗെയിമിനോടൊക്കെ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളതായിട്ട് തോന്നുമായിരുന്നു. ഇത് ചന്തയല്ല. യു ആർ ടോക്കിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് എ സുപ്പീരിയർ ഓഫീസർ. മിനിമം മാനേജ് കീപ്പ് അപ്പ് ചെയ്യണം. ഇവന് മാനേജ് ഇല്ല സർ. അത് ആദ്യം ഒന്ന് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ 7ന്റെ പണി കിട്ടും. നീ ഇതൊക്കെ ശ്രദ്ധിക്കണ്ട സതീശ. ഇനി ശ്രദ്ധിക്കണ. നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. അതിന്റെ അടുത്ത് എന്താണ് ഹെൽമെറ്റ് വെക്കണോന്ന് ചോദിക്കുമ്പോ കുളിക്കുമ്പോ വെക്കണോ? നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. അല്ല, കോമൺ സെൻസ് സീരിയലാത്തോണ്ട് എവിടെ പോയാലും ഇവൻ നോൺസെൻസ് മാത്രമേ സംസാരിക്കൂ. പിന്നെ കിടക്കുമ്പോ വെക്കണം എന്നൊക്കെ ചോദിച്ചാൽ ഞാനും ബുദ്ധിയുള്ള ഒരാളാണ്. ഇത്രയും കാലത്തിനടുക്ക് അന്നെ പോലൊരു മോയിന്റിനെ നമ്മൾ കണ്ടില്ല. ഒരടവും ഫലിക്കാതെ വരുമ്പോ പൂഴിക്കടകൻ നീ കേട്ടിട്ടുണ്ടോ? അവസാനം ഞാൻ അവനെ ഇറക്കി. പരിപാടി ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ? എടാ നാണമില്ലടാ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. എനിക്ക് തിരിച്ചു പറയാൻ അറിയാം. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. പോക്കിരുത്തം കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. കുളിക്കാൻ ഞാൻ പറഞ്ഞു ചോദിച്ചിട്ടില്ല, ഞാൻ ഉറങ്ങുമ്പോ മാത്രം ചോദിച്ചോളൂ. എന്നോട് ചോദിച്ചു. ഇയാൾക്ക് ഓൾറെഡി തലയ്ക്ക് അല്പം കുഴപ്പമുണ്ട്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. ചോദിച്ചോ? ആണോ? ആര്യൻ അത് ഓർക്കുന്നില്ലെങ്കിൽ അതെന്റെ കുഴപ്പമില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. നീ പറയും. എന്താ ഉറക്കം വരുന്നു. ഒന്നും പറയണ്ട മോനെ. ഇതെന്തറിയോ, ഞാനിത് എത്രയോ ആൾക്കാരെ കണ്ടിട്ട് വരുന്ന ഒരാളല്ലേ. നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലട മോനെ. എന്നോട് കളിക്കൂ, ധൈര്യം ഉണ്ടെങ്കിൽ കളിച്ചോളൂ, ഞാൻ തിരിച്ചു പറഞ്ഞു. വെല്ലുവിളികളാവാം, പക്ഷേ അത് നിന്നേക്കാൾ 4-5 ഓണം കൂടുതലുണ്ടവനോടാവരുത്. എങ്ങനെ ഉണ്ടോ എന്റെ പിരി? ഞാനിത് 7ാമത്തെ വർഷമല്ലേ ചെയ്യുന്നത്. മോനെ പുരുഷു, ഈ കാർഡിന് എന്റെ ടേബിളിൽ ഇറക്കി കളിക്കരുത്. കീറിപ്പോവും. റേഷൻ കാർഡും തിരിച്ചറിയൽ കാർഡും കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, എനിക്ക് കിട്ടേണ്ടത് സ്ട്രോങ് ആയിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി മേലാൽ വിട്ടു.